അത് നമുക്ക് പറ്റിയൊരു കയ്യബദ്ധമായിട്ട് കണക്കാക്കിയാൽ മതി. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കുറച്ച് ആമസോൺ ഗാഡ്ജറ്റുകളാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഗാഡ്ജറ്റാണ്. ഇപ്പോൾ ഒരു ട്രെൻഡ് ഉണ്ടല്ലോ, പൈസ കൊണ്ട് എവിടെയെങ്കിലുമൊക്കെ വെച്ചതിന് ശേഷം അത് പോയി കണ്ടുപിടിക്കണം. അതേപോലെ ഈ കാണിക്കുന്ന ഗാഡ്ജറ്റിൽ നിന്ന് കുറച്ച് ഗാഡ്ജറ്റുകൾ ട്രിവാൻഡ്രം സിറ്റിയുടെ കുറേ ഭാഗങ്ങളിലായിട്ട് ഞാൻ കൊണ്ട് ഒളിപ്പിച്ച് വയ്ക്കും. അപ്പോൾ ആർക്കാണോ ഭാഗ്യമുള്ളതെന്ന് വെച്ചാൽ അവർക്ക് ഈ ഗാഡ്ജറ്റുകൾ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗാഡ്ജറ്റിൽ നോക്കാം. ഒന്നാമത്തത് ഒരു റിമോട്ട് കൺട്രോൾ കാറാണ്. വേറെ റിമോട്ട് കൺട്രോൾ കാറല്ല, ഈ ഒരു റിമോട്ട് കൺട്രോൾ കാറ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ വെച്ചിട്ടാണ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. ഇതിന് വേറെ റിമോട്ടും കാര്യങ്ങളൊന്നുമില്ല. ബോക്സ് നോക്കുന്ന സമയത്ത് നമുക്ക് ഫുള്ളി ഫങ്ഷൻ, മൊബൈൽ കൺസോൾ, പ്രൊപ്പോർഷണൽ സ്പീഡ് കൺട്രോൾ, അതുപോലെ തന്നെ എയറോഡൈനാമിക് ഡിസൈൻ, ക്രോം വീൽസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈറ്റൊക്കെ ഉണ്ടെന്നാണ് പറയണേ. നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. ആദ്യത്തെ ഒരു പെട്ടി തുറന്നപ്പോഴത്തേക്കും ട്രേസർ എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാൻഡിങ് ഉള്ളൊരു പെട്ടി. അതും കൂടി പൊട്ടിച്ചു കഴിഞ്ഞാൽ ഇത് മിക്കവാറും ചൈനയിൽ നിന്നൊക്കെ വരുന്ന സാധനങ്ങളായിരിക്കും. നമ്മുടെ കാറ് കിടപ്പുണ്ട്. കാറിന് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് പ്രത്യേകം എടുത്ത് പറയണം. 1049 രൂപ മാത്രമേ എൻ്റെ വിലയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ട് വാങ്ങാൻ പറ്റുന്ന ഒരു കാറാണിത്. നമ്മൾ പെട്ടി തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കാറ്, ആ കാറിൻ്റെ പുറത്തൊരു സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അതിനുശേഷം ടെസ്റ്റഡ് ഓക്കെ എന്നുള്ളതിൻ്റെ ഒരു ബട്ടൺ ഉണ്ട്. പിന്നീട് ഓൺ ഓഫ് ബട്ടൺ ഉണ്ട്. പിന്നെ ചാർജിങ് ഇൻഡിക്കേറ്റർ ഉണ്ട്, പവർ ഇൻഡിക്കേറ്റർ ഉണ്ട്. പിന്നെ ഒരു ടൈപ്പ് സി പോർട്ടാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു ബ്രൈഡഡ് അല്ല, ഒരു പ്രത്യേക ടെക്സ്ചറിലുള്ള ഒരു USB കേബിൾ കിട്ടുന്നുണ്ട്. ഒരു ടൈപ്പ് A to ടൈപ്പ് സി കേബിളാണ്. ഈ ടൈപ്പ് A to ടൈപ്പ് സി കേബിൾ വെച്ചിട്ടാണ് നമ്മുടെ കാറിന് നമ്മൾ ചാർജ് ചെയ്യാനുള്ളത്. ആ കാറിൻ്റെ ഈ ഭാഗത്തായിട്ട് ടൈപ്പ് സി കേബിൾ കൊടുക്കുക. എന്നിട്ട് നമ്മുടെ പവർ ബാങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചാർജിങ് ഡോക്കിൽ വെച്ചിട്ട് ചാർജ് ചെയ്യാം. ഇനി ഇത് എങ്ങനെയാണ് വർക്ക് ആവുന്നത് എന്നുള്ളത് നോക്കാം. അതായത് ഒരു എൻ്റെ BMW കാറാണ് കേട്ടോ. നമുക്ക് ഫ്രണ്ടിൽ ലൈറ്റൊക്കെ കത്തും, ബാക്ക് ലൈറ്റ് കത്തുമെന്തോ. ബാക്ക് ലൈറ്റും കത്തുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ റിവേഴ്സ് ഗിയർ ഇടപ്പോഴേ അറിയാൻ പറ്റുള്ളൂ. ഡോർ തുറക്കാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, അപ്പോൾ നമ്മളൊരു BMW ഏത് മോഡലാണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഒരു BMW കാറാണ്. ഇനി നമുക്ക് ഇതിനെ ഫോണുമായിട്ട് കണക്ട് ചെയ്തിട്ട് എങ്ങനെയാണ് വർക്ക് ആവുന്നത് നോക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയതിന് ശേഷം ദ മിറാന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുക. ഇതാണ് ദ മിറാന എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റാൾ ചെയ്യുക. ഡൗൺലോഡ് ചെയ്യപ്പോൾ ഓൾറെഡി ഇൻസ്റ്റാൾ ആവുമല്ലോ. നൈട്രോ ബൂസ്റ്റ് ഒക്കെ ഉണ്ടെന്നാണ് ഇതിനകത്ത് എഴുതി വെച്ചിട്ടുള്ളത്. ഇത് നൈട്രോ ബൂസ്റ്റ് ഒക്കെ ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. പക്ഷേ 1000 രൂപയ്ക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ ആപ്പ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ആപ്പ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ തുറക്കാൻ പറ്റുന്ന ഫോണായതുകൊണ്ട് നമുക്ക് വലിയൊരു റിമോട്ട് കൺട്രോൾ കിട്ടും. ഓക്കെ, എന്നിട്ട് നോട്ട് നൗ. ഓക്കെ, കണക്ട് ടോയ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ഞാൻ കണക്ട് ടോയ് കൊടുക്കുകയാണ്. അപ്പോൾ പെർമിഷൻസ് ചോദിക്കും. ആ പെർമിഷൻസ് എല്ലാം നമ്മൾ അലോ ചെയ്ത് കൊടുക്കുക. എനിക്ക് തോന്നുന്നു നമ്മുടെ കാർ ഓട്ടോമാറ്റിക്കലി അതിനകത്ത് ഡിറ്റക്റ്റ് ആയി. ജസ്റ്റ് കണക്ട് കൊടുക്കുക. ദിസ് ഇസ് വണ്ടർഫുൾ. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. പൊളി സാധനം. ടോയ്ക്ക് ഒരു പേര് കൊടുക്കണം. ഗോമെന്ന് കൊടുത്തു ഞാൻ. ഓക്കെ, നമ്മുടെ കാർ കണക്റ്റായി. സോ യു ഗൈസ് റെഡി? നമുക്കൊരു ഫ്രീ പ്ലേ മോഡ് നോക്കാം. ഒരു അനക്കൊന്നും ഇല്ല. ഇപ്പം ഇതിനകത്ത് കുറച്ച് എന്തൊക്കെ ഡൗൺലോഡിങ് എന്ന് കാണിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിന് വേണ്ടിയിട്ടുള്ള ഡ്രൈവേഴ്സ് ആണ് ഈ ഡൗൺലോഡ് ആവുന്നതാണ് തോന്നുന്നത്. എന്തോന്നൊക്കെ പറയണത്. ഓക്കെ, റെഡി കൊടുത്തു. ഇത് പൊളി. നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ മാത്രമേ നൈട്രോ ബൂസ്റ്റ് ഒക്കെ വർക്ക് ആവുള്ളൂ. This is so nice. ഇത് ആക്ച്വലി എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്നറിയാമോ? നമുക്ക് ഈ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമുക്ക് കണ്ടോ, ഞാൻ പതുക്കെ അമർത്തി കഴിഞ്ഞാൽ സ്പീഡ് കൺട്രോളായി വരും. ഇനി എനിക്ക് സ്പീഡിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊടുത്താൽ മതി, സ്പീഡിലങ്ങ് നോക്കോളൂ. ഈ ഒരു കാർ നമ്മൾ ഫോണിൽ കണക്ട് ചെയ്തിട്ട് ഈ ആപ്പ് വെച്ച് ഓടിച്ചു കഴിഞ്ഞാൽ എത്ര കിലോമീറ്റർ ഓടി എന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഇതിനകത്ത് കുറേ മോഡുകളുണ്ട്. ആ മോഡുകൾ വെച്ചിട്ട് വേണം നമുക്ക് ഇതിനകത്ത് കളിക്കാൻ പറ്റുന്നത്. അതായത് ഫ്രൂട്ട് ഹണ്ടർ എന്ന് പറഞ്ഞിട്ടുള്ളത്, എസ്കേപ്പ് റൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനമുണ്ട്, പ്രാക്ടീസ് മോഡ് എന്ന് പറഞ്ഞിട്ടൊരു മോഡുണ്ട്. അതുപോലെ തന്നെ ട്യൂണിങ്. ഈ കാറിന് നമുക്ക് ആക്ച്വലി ട്യൂൺ ചെയ്തെടുക്കാൻ പറ്റും നമ്മുടെ ഇഷ്ടത്തിന്. ഫോർ എക്സാമ്പിൾ അതിനകത്ത് കുറച്ച് പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെ വേണം. ആ ഒരു പോയിൻ്റൊക്കെ വെച്ചിട്ടാണ് ഈ കാറിന് നമ്മൾ ട്യൂൺ ചെയ്തെടുക്കുന്നത്. സോ ബേസിക്കലി എനിക്ക് തോന്നുന്നു ഈ ഒരു കാറിൻ്റെ കുറേ കൺട്രോൾസ് ഇതിനകത്ത് ലിമിറ്റ് ചെയ്ത് വെച്ചിരിക്കുക.
ആ ലിമിറ്റ് ചെയ്ത കൺട്രോളൊക്കെ അൺലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള കോയിൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഞാനത് നൈട്രോ ഒന്ന് അപ്ഗ്രേഡ് കൊടുക്കുകയാണ്. അപ്പം എൻ്റെ കയ്യിൽ 2000 കോയിൻസ് ഇതിനകത്തുണ്ടായിരുന്നു. നൈട്രോ അപ്ഗ്രേഡ് കൊടുത്തു, മോട്ടറിൽ ഞാനൊരു അപ്ഗ്രേഡ് കൊടുത്തു, വീണ്ടും ഒരു അപ്ഗ്രേഡ് കൊടുത്തു. ഇപ്പോൾ എൻ്റെ കയ്യിൽ വേറെ പൈസയൊന്നുമില്ല, ഞാൻ പാപ്പരാണ്. ടെറൈനിന് ഒരു അപ്ഗ്രേഡ് കൊടുത്തു. എല്ലാം ഞാൻ ഒരുവിധം അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓടിച്ച് നോക്കാം, എന്താണ് സെറ്റപ്പ് നോക്കാമല്ലോ. ഫ്രീ പ്ലേ എടുത്തു. ആക്ച്വലി ഇത് മൾട്ടിപ്ലെയറും ഉണ്ട്, അതായത് നമുക്ക് വേണമെങ്കിൽ വേറെ ആളുകളെയൊക്കെ വെച്ച് കളിക്കാൻ പറ്റും. നമ്മുടെ ഗോമിന് എത്ര % ചാർജ് ഉണ്ടെന്നൊക്കെ കാണാൻ പറ്റും. എൻ്റെ ഗൈസ്, നമ്മൾ ആക്ച്വലി ഇതിനകത്തുള്ള അപ്ഗ്രേഡ് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ സ്പീഡ് മൊത്തത്തിൽ മാറി. സ്റ്റിൽ അത് നമുക്ക് പറ്റിയൊരു കയ്യബദ്ധമായിട്ട് കണക്കാക്കിയാൽ മതി. കാറിന് കുറച്ച് സ്പീഡ് കൂടിപ്പോയതാണ് ഗൈസ് പ്രശ്നം. ഭയങ്കര സ്പീഡാണല്ലോ ഇത്. ഇത് ആക്ച്വലി നമുക്ക് ഫ്രീ ആയിട്ട് കളിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, അതായത് ഫ്രീ ആയിട്ട് ഓടിച്ച് കളിക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് കളിക്കട്ടെ. One eternity later. ഒറ്റ ചാർജിൽ നമുക്ക് 1 hour ബാറ്ററി ബാക്കപ്പാണ് ഇതിനകത്ത് കിട്ടുന്നത്. സോ ബേസിക്കലി 1000 രൂപയ്ക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കും ഇത് ഇഷ്ടപ്പെട്ട് കാണും. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫോൺ വെച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുക, അതിൻ്റെ അകത്ത് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്നതിനനുസരിച്ച് കാറിൻ്റെ സ്പീഡ് കൂടുക, എന്തൊക്കെ സെറ്റപ്പാണ്. അപ്പോൾ ആദ്യത്തെ ഗാഡ്ജറ്റ് കാറായിരുന്നു, അടുത്ത ഗാഡ്ജറ്റ് നോക്കാം. സോ ബേസിക്കലി അടുത്ത ഗാഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഗാഡ്ജറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല, ഇതൊരു പുസ്തകമാണ്, അതായത് ഒരു ബുക്കാണ്. അപ്പോൾ ബുക്കിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മളിപ്പോൾ ബുക്ക് വായിക്കാനൊന്നും നമുക്ക് ആർക്കും സമയമില്ല. എന്നാൽ നിങ്ങൾക്ക് ബുക്ക് വായിക്കാനായിട്ട് ഒരു പ്രത്യേക വഴിയുണ്ട്, പറഞ്ഞുതരാം. നമ്മളെ പേഴ്സണൽ ഡെവലപ്മെൻറ്റ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ബുക്കുകൾ ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളാണ്. എന്നാൽ ഇന്നത്തെ സമയത്ത് നമുക്ക് ബുക്കുകൾ വായിക്കാനൊന്നും ഒട്ടും സമയമില്ല. ആ സമയത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ഓഡിയോ ബുക്സ്. ഓഡിയോ ബുക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വർക്ക് ചെയ്യുന്ന സമയത്ത്, നമ്മുടെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള സമയത്ത് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് നമ്മുടെ ടൈമിനെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ബുക്കുകൾ വായിക്കാൻ പറ്റും. അതായത് കുക്കു FM-നെ പറ്റിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഇൻഫോർമേറ്റീവും എഡ്യൂക്കേഷണൽ കണ്ടന്റ് മാത്രമല്ല കുക്കു FM-ലുള്ളത്, അതിനകത്ത് നമുക്ക് ഫിക്ഷണൽ സ്റ്റോറീസും എല്ലാം കിട്ടും. ബുക്കുകൾ വായിക്കാത്തവർ പോലും ഒരിക്കലെങ്കിലും കേട്ടിട്ടുള്ള ഒരു പേരുകളാണ് APJ അബ്ദുൽ കലാമിൻ്റെ വിങ്സ് ഓഫ് ഫയർ, ഇക്കിഗായ്, പൗലോ കൊയ്ലോയുടെ ആൽക്കമിസ്റ്റ്, ഇതേപോലുള്ള ബുക്കുകൾ. ഇതെല്ലാം നമുക്ക് ഓഡിയോ ഫോമിൽ കുക്കു FM-ൽ അവൈലബിൾ ആണ്. നമ്മുടെ നെടുമുടി വേണു സാറും KPSC ലളിത ചേച്ചിയും ശബ്ദം നൽകിയിട്ടുള്ള MTയുടെ മഞ്ഞ്, അതുപോലെ തന്നെ ഇരുട്ടിൻ്റെ ആത്മാവ് തുടങ്ങിയ ബുക്കുകളെല്ലാം ഇതിനകത്തുണ്ട്. ഹിസ്റ്ററി, പൊളിറ്റിക്സ്, ബയോഗ്രഫി, സെൽഫ് ഡെവലപ്മെൻറ്റ്, ഇന്നിങ്ങനെ എല്ലാ കാറ്റഗറീസും HD ക്വാളിറ്റിയിൽ നമുക്ക് കുക്കു FM-ൽ കേൾക്കാം. നമ്മുടെ സമയം വളരെ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാനായിട്ട് നമ്മുടെ കുക്കു FM വഴി പറ്റും. കുക്കു FM-ൽ നമുക്ക് വാലന്റൈൻസ് ഡേ ഓഫർ കിടപ്പുണ്ട്. 60% ഓഫാണ് നിങ്ങൾക്ക് വാലന്റൈൻസ് ഡേക്ക് കിട്ടാൻ പോകുന്നത്. ജസ്റ്റ് ലവ് 60 എന്ന് പറഞ്ഞിട്ടുള്ള ഈ കാണുന്ന കൂപ്പൺ കോഡ് നിങ്ങൾ യൂസ് ചെയ്താൽ മതി. ആക്ച്വലി നിങ്ങൾക്ക് എത്ര രൂപയാണോ പേ ചെയ്യാനുള്ളത് അതിൻ്റെ 60% കുറഞ്ഞ് കിട്ടും. അതുമാത്രമല്ല 12-ാം തീയതി മുതൽ ഫെബ്രുവരി 16-ാം തീയതി വരെ ഈ ഒരു സ്പെഷ്യൽ ഓഫർ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക കുക്കു FM, അതുപോലെ തന്നെ ലവ് 60 എന്ന് പറഞ്ഞിട്ടുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് ഇന്ന് തന്നെ ആക്ടിവേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് 60% ഓഫ് കിട്ടും. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്ത് നോക്കാം. 598 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. ഇത് ആക്ച്വലി ഒരു ബുക്കല്ല. ശരിക്കും പറഞ്ഞാൽ നിങ്ങളിപ്പോൾ നിങ്ങളുടെ വീട്ടിൻ്റെ ഏതെങ്കിലും ഒരു മുക്കിലോ മൂലയിലോ ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ബുക്കായിട്ടേ തോന്നുള്ളൂ. പക്ഷേ ഇത് ബുക്കല്ല. നമുക്കിതിനെ ഒന്ന് ഊരി നോക്കാം. ഇതൊരു ഇംഗ്ലീഷ് ഡിക്ഷണറി ആയിട്ടാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നത് അല്ലേ? പക്ഷേ ഇതൊരു ഇംഗ്ലീഷ് ഡിക്ഷണറി ഒന്നും അല്ല. ജസ്റ്റ് ഇത് ഓപ്പൺ ആക്കപ്പോൾ ഇതിൻ്റെ അകത്തൊരു സീക്രട്ട് ആയിട്ടൊരു വോൾട്ട് ഉണ്ട്, അതായത് സീക്രട്ട് ആയിട്ടൊരു കമ്പാർട്ട്മെൻറ്റ്. ഇതാ ഇവിടെ ഒരു തിരിക്കുന്ന സാധനമുണ്ട്. ആ ഒരു സാധനം തിരികിയതിന് ശേഷം ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇവിടെ നല്ലൊരു ഹാർഡായിട്ടുള്ളൊരു മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുള്ള ഒരു കമ്പാർട്ട്മെൻറ്റ്. ഇവിടെ നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒളിപ്പിച്ച് വെക്കണം എന്നുള്ള സാധനങ്ങൾ ഇതിൻ്റെ അകത്തേക്ക് ഇടാം. അതിനുശേഷം ഇതിനെ അടയ്ക്കാം, എന്നിട്ട് ലോക്ക് ചെയ്ത് വെക്കാം. ഇത് ലോക്ക് ഓപ്പൺ ആവില്ല. എന്നിട്ട് ഇതിനെ വീണ്ടും അടച്ചതിന് ശേഷം നിങ്ങളുടെ ബുക്കൊക്കെ വയ്ക്കുന്ന സ്ഥലമില്ലേ, അല്ലെങ്കിൽ ബുക്കൊക്കെ വയ്ക്കുന്ന ലൈബ്രറിയോ അല്ലെങ്കിൽ ഷെൽഫിൻ്റെ ഇടയിൽ ഇത് വെച്ച് കഴിഞ്ഞാൽ ആരും കണ്ടുപിടിക്കില്ല ഇതൊരു വോൾട്ട് ആണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് സീക്രട്ടായിട്ട് നിങ്ങൾക്ക് സേഫായിട്ട് വെക്കേണ്ട സാധനങ്ങളൊക്കെ ഇങ്ങനെ വെക്കാവുന്നതാണ്. ആൻഡ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു സംഭവം വെച്ചാൽ ഇതിനകത്തൊരു നല്ലൊരു സെക്യൂരിറ്റി ഫീച്ചറുണ്ട്. ഇതിനകത്തൊരു നമ്പർ ലോക്ക് ഉണ്ട്. ഇതെങ്ങനെയാണ് വർക്ക് ആവുന്നത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ പെട്ടിയില്ലേ അതൊക്കെ പോലെ തന്നെ, അതായത് നമ്മുടെ ഈ ലഗേജ് പെട്ടിയൊക്കെ തുറക്കുന്ന സെറ്റപ്പ് തന്നെയാണ്. ഇതിൻ്റെ പാസ്വേഡ് ഡിഫോൾട്ട് ആയിട്ടുള്ളത് 000 ആണ്. ഇതിനെ റീസെറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സാധനം അല്ലെങ്കിൽ ഒരു ബ്രൗഷർ നിങ്ങൾക്ക് ഇത് വാങ്ങുമ്പോൾ ആമസോണിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കാണാൻ പറ്റും. അത് വെച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ റീസെറ്റ് ചെയ്യാം. ജസ്റ്റ് ഡിഫോൾട്ട് 000 ആണ്. നിങ്ങൾക്ക് കണ്ടോ, അൺലോക്ക് ചെയ്യുക, ഓപ്പൺ ആക്കുക, സാധനം വയ്ക്കുക, ലോക്ക് ചെയ്യുക, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട നമ്പർ ഇവിടെ സെലക്ട് ചെയ്യുക. 3 നമ്പർ ആയിരിക്കണം. സിമ്പിൾ. അടുത്ത ഗാഡ്ജറ്റിലേക്ക് പോകാം. എൻ്റെ കയ്യിലിടാനായിട്ട് 699 രൂപ കൊടുത്ത് ഞാൻ ഒരു പുതിയ ബ്രേസ്ലെറ്റ് മേടിച്ചിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയില്ലേ?
എന്നാൽ ഇതൊരു ബ്രേസ്ലെറ്റ് അല്ല. ഇതെന്താ സംഭവം എന്നറിയാമോ? ഇതൊരു ടൈപ്പ് സി ടു ടൈപ്പ് എ കേബിളാണ്. ഇതാ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു എമർജൻസി സിറ്റുവേഷനിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിന്ന് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാനോ ചാർജ് ചെയ്യാനോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് സി ടു ടൈപ്പ് എ കേബിളാണ്. ഇത് നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങളുടെ കയ്യിലിട്ടതിന് ശേഷം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ബ്രേസ്ലെറ്റ് പോലെ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലൊക്കെ ഇടുന്ന ലെതർ ബ്രേസ്ലെറ്റുകളില്ലേ, അതേപോലെ തന്നെ തോന്നിക്കും. എന്നാൽ ലെതർ ബ്രേസ്ലെറ്റ് അല്ല, ഇതൊരു കേബിൾ അല്ലെങ്കിൽ ഡേറ്റ ട്രാൻസ്ഫർ കേബിളാണ്. ഇത് മാക്സിമം നിങ്ങൾ ഡേറ്റ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. വെറുതെ ചാർജ് ചെയ്യാനായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. എങ്ങനെ പോയാലും ചാർജ് ചെയ്യാൻ നല്ല സമയം എടുക്കും. സോ നിങ്ങൾക്ക് എന്തെങ്കിലും എമർജൻസി ആയിട്ട് ഫയൽ ട്രാൻസ്ഫർ ചെയ്യാനുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടുള്ള സാധനം. ആൻഡ് ആസ് എ നിങ്ങളൊരു ടെക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പുറത്തിറങ്ങുന്ന സമയത്ത് ഇതൊക്കെ കാണിച്ച് ഷോ കാണിക്കാം. ഈ ഒരു ഗാഡ്ജറ്റ് എല്ലാവർക്കും ഉപയോഗം ഉണ്ടാവുമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. നിങ്ങളുടെ വീടിൻ്റെയൊക്കെ ഡോറിൻ്റെ താഴെയായിട്ടൊരു ഗ്യാപ്പ് കാണൂലേ, ഈ ഗ്യാപ്പിൻ്റെ ഇടയിൽ കൂടി കൊതുക് കയറാം, വെള്ളം കയറാം, തണുപ്പ് കയറാം. ഇപ്പം നല്ല ചൂടുള്ള സ്ഥലത്താണെന്നുണ്ടെങ്കിൽ ചൂട് കയറാം, അല്ലെങ്കിൽ എ സി പുറത്തോട്ട് പോകാം. നിങ്ങൾ എ സി ഇട്ടിട്ടുണ്ടെങ്കിൽ എ സി പുറത്തേക്ക് പോകാം. അതെല്ലാം സീൽ ചെയ്യാൻ പറ്റിയൊരു സാധനമാണ്. ജസ്റ്റ് 1 മീറ്റർ എന്തോ കിട്ടുന്നുള്ളൂ. ഈ 1 മീറ്ററുള്ള സാധനത്തിനെ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളുടെ ഡോറിൻ്റെ അളവിന് കട്ട് ചെയ്തതിന് ശേഷം അത് നിങ്ങൾക്ക് ഡോറിലേക്ക് ഒന്ന് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഡോറിൻ്റെ അകത്ത് നിന്ന് ഇപ്പോൾ എ സി പുറത്തേക്ക് പോകില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, സീൽഡ് ആയിരിക്കും. ഇതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കെന്തോ ഇവിടുത്തെ സ്റ്റുഡിയോയിൽ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ എ സി ഇട്ട് കഴിഞ്ഞാൽ എ സി മൊത്തം ചോർന്ന് അതിൻ്റെ അടിയിൽ കൂടി പോകുന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കണ്ടുപിടിച്ച ഗാഡ്ജറ്റാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കാണിച്ചത്. നാളെ ഒരു ദിവസം നിങ്ങൾക്കും ചിലപ്പോൾ ഇത് യൂസ്ഫുൾ ആയേക്കാം. 395 രൂപയേ ഉള്ളൂ. നിങ്ങൾ ജസ്റ്റ് ഷെയർ ചെയ്ത് കൊടുത്തിരിക്കുക. നിങ്ങൾക്ക് കൂട്ടുകാർക്കൊക്കെ ആർക്കാണ് ഉപയോഗം വരാമെന്നുള്ളത് പറയാൻ പറ്റില്ല. ഫൈനലായിട്ടുള്ള നമ്മുടെ ഗാഡ്ജറ്റ് ഇത് ആക്ച്വലി കുറേ നാളായിട്ട് ഞാൻ വാങ്ങണമെന്ന് വിചാരിച്ചതാണ്. ഇതിന് 2 തരത്തിലുള്ള സാധനമുണ്ട്. അതായത് 3000 രൂപയുടെ ഒരു പ്രൊജക്ടറും ഉണ്ട്, അതുപോലെ തന്നെ ചീപ്പായിട്ടുള്ളതും ഉണ്ട്. എൻ്റെ കയ്യിലുള്ളത് ഇതിൻ്റെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനമാണ്. ഇതാ ഒരു ആസ്ട്രോനോട്ടിൻ്റെ തലയിൽ നിന്ന് ഇങ്ങനെ ഭയങ്കര ഗാലക്സി പോലെയൊക്കെ വിരിഞ്ഞ് വരുന്നത് കണ്ടിട്ടില്ലേ, അതാണ് സെറ്റപ്പ്. നമുക്ക് നമ്മുടെ ആസ്ട്രോനോട്ടിനെ നമുക്കൊരു പേരിടാം, ഷിബുവിനെ നിർത്താനായിട്ട് ഒരു പ്ലാറ്റ്ഫോം തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചാർജിങ് കേബിൾ തന്നിട്ടുണ്ട്. പിന്നീട് ഒരു റിമോട്ട്. ഈ റിമോട്ട് വെച്ചിട്ടാണ് നമ്മൾ കറക്റ്റായിട്ട് ആക്ച്വലി ഇതിൻ്റെ ഓരോ മോഡുകളിലേക്ക് ചേഞ്ച് ചെയ്യുന്നത്. എനിക്കൊന്ന് 3-4 മോഡൊക്കെ ഉള്ളൂ ആ മോഡുകളിലേക്ക് ചേഞ്ച് ചെയ്യുന്നത്. നമുക്ക് എങ്ങനെയാണ് വർക്ക് ആവുന്നത് നോക്കാം. ജസ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഷിബുമോനെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വയ്ക്കുക. പിന്നെ നമ്മുടെ ഷിബുമോനെ ചാർജ് ഇല്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. ഷിബുമോനെ കറക്റ്റായിട്ട് വെക്കണം. ഷിബുമോൻ എന്താണ് പറ്റിയത്? ഓക്കെ, നമ്മൾ ഷിബുമോനെ വെച്ച് കഴിഞ്ഞു. ഷിബുമോൻ്റെ തല നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇതെങ്ങനെ റൊട്ടേറ്റ് ചെയ്യാനും ടിൽറ്റ് ചെയ്യാനൊക്കെ പറ്റും. അത് വെച്ചിട്ടാണ് എങ്ങോട്ടാണ് ഇത് ഈ ഗാലക്സി പോലെ ആവേണ്ടത് എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഇവിടെ പുറകിലായിട്ട് ഒരു ഓൺ ഓഫ് ബട്ടൺ ഉണ്ട്. ഞാൻ ജസ്റ്റ് ഓൺ ആക്കുക. ബാറ്ററി ഇല്ല, ക്ഷമിക്കണം, ഇത് ബാറ്ററി അല്ല, ഇത് ആക്ച്വലി ഇത് ഡയറക്റ്റ് പവറിൽ വർക്ക് ആവുന്നതാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഷിബുമോൻ്റെ പുറകിലായിട്ട് ഈ ഒരു പ്ലഗ് കണക്ട് ചെയ്യുക. എന്നിട്ടൊരു USB കേബിൾ നിങ്ങളുടെ പവർ ബാങ്കിലോ എവിടെയെങ്കിലുമൊക്കെ വയ്ക്കണം. പവർ ബാങ്കിൽ ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഷിബുമോൻ ഓണാക്കി വയ്ക്കാമല്ലോ. ദ മൊമെൻറ്റ് ഓഫ് ട്രൂത്ത്. നമ്മുടെ ഷിബുമോൻ്റെ തലയിലൊരു പ്ലാസ്റ്റിക് ഉണ്ട്. ഓക്കെ, ദെൻ ഓണാക്കാം. എൻ്റെ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം. ഒരു സെക്കൻഡ്, ഒറ്റ സെക്കൻഡ് നോക്കണ്ട. നമുക്ക് ഇതിനകത്ത് ഓരോ മോഡൽ സെലക്ട് ചെയ്യാൻ പറ്റുമേ. ഇത് വേറൊരു ഗാലക്സി മോഡ്, ഇത് സാംസങ് ഗാലക്സി മോഡ്, ഇത് വേറൊരു ഗാലക്സി, ഇത് വേറെ, ഇത് ബ്ലാക്ക് ഹോൾ ഉണ്ടോ. ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ തല എങ്ങനെ വേണമെങ്കിലും ടിൽറ്റ് ചെയ്യാം. എൻ്റെ പൊന്നെ, ഇത് ഓണാക്കി വെച്ചിട്ട് കിടന്നുറങ്ങിയാൽ മതി. ഭയങ്കര ഭംഗിയായിരിക്കും അല്ലേ. ഈ ഗാഡ്ജറ്റ് ഞാൻ ആർക്കും തരുന്നതായിരിക്കില്ല കേട്ടോ. ബാക്കിയുള്ള ഗാഡ്ജറ്റൊക്കെ തരാം. പൊളി എന്ന് പറഞ്ഞാൽ പൊളി. പിന്നെ ചിലരൊക്കെ പറഞ്ഞുണ്ടാക്കുന്നുണ്ടാവും ഇത് വെച്ച് കഴിഞ്ഞാൽ ക്യാൻസറൊക്കെ വരുമെന്ന്. അത് കണ്ടറിയാം. ഈ ലേസർ ഇങ്ങനെ അടിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഇത് നമുക്ക് ആക്ച്വലി ഇതിൻ്റെ ലേസർ പോയിൻറ്റിനെ നമുക്ക് ഓരോ രീതിയിൽ മാറ്റാൻ പറ്റും കേട്ടോ. ലേസർ പോയിൻറ്റിനെ നമുക്ക് കാലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്നതാണെന്ന് തോന്നുന്നു. പക്ഷേ പറയാതിരിക്കാൻ വയ്യ കേട്ടോ, ഭയങ്കര ഭംഗി. അപ്പോൾ ഇതാണ് നമ്മുടെ ഷിബുമോനെ നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിൽ വാങ്ങിച്ചു വയ്ക്കാൻ പറ്റും. നിങ്ങളുടെ കുട്ടികളെയൊക്കെ പറ്റിക്കാനായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാ ഗാഡ്ജറ്റും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. ആൻഡ് ദ മൊമെൻറ്റ് ഓഫ് ട്രൂത്ത് ഇത് എവിടേക്കാണ് ഒളിപ്പിച്ച് വയ്ക്കുന്നതെന്നല്ലേ, അതാ ഇനി നിങ്ങൾ കാണാൻ പോവാണ്. ഈ വീഡിയോ പബ്ലിഷ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം കിട്ടും. ഇത് നമ്മുടെ ഫസ്റ്റ്
ഗാഡ്ജറ്റ് നമ്മൾ ഒളിപ്പിക്കാൻ പോവാണ്. എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളയമ്പലത്ത് നിന്ന് ശാസ്തമലത്തേക്ക് വരുന്ന വഴിക്ക് അലിബാബ റെസ്റ്റോറൻറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. സോ അലിബാബ റെസ്റ്റോറൻറ്റിൻ്റെ ഓപ്പോസിറ്റായിട്ട് റിലയൻസ് ഡിജിറ്റൽ ഉണ്ട്, ഗോൾഡ് ജിമ്മുണ്ട്. ആ ഗോൾഡ് ജിമ്മിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് അതിൻ്റെ തൊട്ടടുത്ത് ഒരു കല്ലുണ്ട്, റെഡ് കളർ. ആ കല്ലിൻ്റെ ബാക്കിലായിട്ട് വെക്കണേ. ഓക്കെ, ആർക്കാന്ന് വെച്ചാൽ എടുത്തോളാം. അടുത്ത ഈ ഒരു ബ്രേസ്ലെറ്റ് ഞാൻ എവിടെ വെച്ചെന്ന് അറിയാമോ? അതായത് നമ്മുടെ ശാസ്തമല ജംഗ്ഷനിൽ SK ഹോമിയോ എന്ന് പറഞ്ഞിട്ടൊരു ഹോമിയോപ്പതി ഹോസ്പിറ്റലുണ്ട്, SK ഹോമിയോ. അതായത് ഗൗരി ട്രേഡേഴ്സ് എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്, അതിൻ്റെ തൊട്ടടുത്താണ് SK ഹോമിയോ വരുന്നത്. അതിൻ്റെ ഈ ഒരു മീറ്റർ ബോക്സിൻ്റെ പുറത്ത്, ഈ മീറ്റർ ബോക്സിൻ്റെ പുറത്തുണ്ട് ആരാണ് ലക്കിയസ്റ്റ് പേഴ്സൺ എന്ന് വെച്ചാൽ വന്നെടുത്തോ. ആരാണോ ആദ്യം ആ സ്ഥലത്ത് എത്തുന്നത്, ആരാണോ ആദ്യം ആ സ്ഥലം കണ്ടുപിടിക്കുന്നത്, അവർക്കായിരിക്കും അത് കിട്ടാൻ പോകുന്നത്. ആൻഡ് ഇതേപോലെ നമ്മൾ ഇനിയുള്ള ഗാഡ്ജറ്റുകളും ചെയ്താലോ എന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്താൽ മതി. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.